നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂടുതൽ ജില്ലകളിൽ നിരോധനാജ്ഞ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്തിന് പുറമെ തൃശൂർ, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ ശനിയാഴ്ച വരെയാണ് നിരോധനാജ്ഞ. പത്തനംതിട്ടയിൽ നാളെ വൈകിട്ട് 6 മണി മുതലാണ് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തു. മലയാളത്തിലെ ആദ്യത്തെ 200 കോടി ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തു. ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെയാണ് എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരം പോലീസ് കേസെടുത്തത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ്. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നായിരുന്നു ഹർജിയിൽ ആരോപണം. ഇതുകൂടാതെ OTT പ്ലാറ്റ്ഫോം റൈറ്റ്സ് നൽകിയതിലൂടെ 20 കോടിയോളം രൂപ വേറെയും ചിത്രം നിർമ്മാതാക്കൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചിരുന്നു. പിന്നാലെയാണ് കേസും എടുത്തിരിക്കുന്നത്. വയനാട്ടിൽ പോലീസും കെ സുരേന്ദ്രനും തമ്മിൽ തർക്കം. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ BJP പ്രചാരണ ബോർഡുകൾ പോലീസ് എടുത്തുമാറ്റി. ഇതിനെ തുടർന്ന് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രനും പോലീസും തമ്മിൽ തർക്കമുണ്ടായി. BJP തമിഴ്നാട് അധ്യക്ഷനും കോയമ്പത്തൂരിലെ BJP സ്ഥാനാർത്ഥിയുമായിരുന്ന കെ അണ്ണാമലയെ സ്വാഗതം ചെയ്തുകൊണ്ട് മാനന്തവാടിയിൽ BJP സ്ഥാപിച്ച പ്രചാരണ ബോർഡുകൾ നീക്കിയതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. പിന്നീട് പോലീസിനോട് ബലപ്രയോഗം നടത്തി BJP പ്രവർത്തകർ ബോർഡുകൾ തിരികെ സ്ഥാപിച്ചു. കൊല്ലം മീൻമുട്ടി വനപ്രദേശത്ത് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. അന്വേഷണം ആരംഭിച്ചു. കൊല്ലം നെടുവന്നൂർ കടവിന് സമീപം കല്ലട ജലസംഭരണിയോട് ചേർന്നുള്ള മീൻമുട്ടി വനപ്രദേശത്ത് പുരുഷന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. ജലസംഭരണിയിൽ മത്സ്യബന്ധനത്തിന് പോയവരാണ് തലയോട്ടി കണ്ടത്. സംഭവസ്ഥലത്ത് പോലീസ് എത്തി തിരച്ചിൽ നടത്തി. വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും അസ്ഥികൂടത്തിന്റെ സമീപത്തായി കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്തെ മരത്തിന്റെ കൊമ്പിൽ നിന്നുമാണ് വസ്ത്രങ്ങളുടെ അവശിഷ്ടം കണ്ടെത്തിയത്. അതിനാൽ തൂങ്ങി മരിച്ചതാകാമെന്ന സംശയത്തിലാണ് പോലീസ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അസ്ഥികളും മറ്റ് തെളിവുകളും ശേഖരിച്ചു. അസ്ഥികൂടത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ. പ്രദേശത്തും സമീപ പോലീസ് സ്റ്റേഷൻ പരിധികളിലും അടുത്തിടെ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കൊട്ടിക്കലാശത്തിൽ ആവേശം അതിരുവിട്ടു. പലയിടത്തും വൻ സംഘർഷം. സംസ്ഥാനത്ത് ആവേശത്തിരയിളക്കി പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ച് കൊട്ടിക്കലാശം. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണം. കൊട്ടിക്കലാശത്തിനിടെ പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടതോടെ പലയിടത്തും സംഘർഷങ്ങളുണ്ടായി. ട്രെയിനുകളും JCBകളിലും ഏറിയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ പങ്കെടുത്തത്. 20 മണ്ഡലങ്ങളിലും വൈകിട്ട് 6ഓടെ കൊട്ടിക്കലാശത്തോടെ പരസ്യ പ്രചാരണം സമാപിച്ചു. നാളെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം മറ്റന്നാളാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കരുനാഗപ്പള്ളിയിൽ കലാശക്കൊട്ടിനിടെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. CR മഹേഷ് MLAക്ക് പരിക്കേറ്റു. CA ഉൾപ്പെടെ 4 പോലീസുകാർക്കും പരിക്കേറ്റു. പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചു. CR മഹേഷ് MLA താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷത്തിനിടെ ഉണ്ടായ കല്ലേറിലാണ് MLAക്കും പോലീസുകാർക്കും പരിക്കേറ്റത്. അമ്മയും മകളും കാണുന്നത് 12 വർഷങ്ങൾക്ക് ശേഷം. മകളെ കണ്ട ആശ്വാസത്തിൽ അമ്മ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നേരിട്ട് കണ്ട് അമ്മ പ്രേമകുമാരി. യമനിലെ സാനായിലെ ജയിലിലെത്തിയാണ് പ്രേമകുമാരി മകളെ കണ്ടത്. പ്രേമകുമാരിക്കൊപ്പം പോയ സാമുവൽ ജെറോമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നിമിഷപ്രിയയെ കാണാൻ അനുമതി ലഭിച്ചത്. എംബസി ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകളും നേരിൽ കാണുന്നത്. ഏറെക്കാലത്തിന് ശേഷം മകളെ കണ്ടതിന്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് അമ്മ പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത നടപടി. ഇന്ന് തന്നെ ഗോത്ര തലവന്മാരുമായുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഒപ്പം യമനിൽ സ്വാധീനമുള്ള വ്യക്തികളെ മുൻനിർത്തിയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കുഴഞ്ഞു വീണു. വിദർഭയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കുഴഞ്ഞു വീണു. മഹാരാഷ്ട്രയിലെ യവതൻമെല്ലിൽ മഹായുതി സഖ്യത്തിന് വേണ്ടി പ്രചാരണത്തിനെത്തിയ ഗഡ്കരി പ്രസംഗിക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ പ്രവർത്തകർ ചേർന്ന് ഗഡ്കരിയെ പുറത്തേക്ക് കൊണ്ടുപോയി വൈദ്യസഹായം നൽകി. ചൂട് താങ്ങാൻ കഴിയാതെയാണ് വീണുപോയതെന്ന് ഗഡ്കരി എക്സിൽ കുറിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്നും അടുത്ത പര്യടന കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന യവതന്മാൾ, വാഷിം അടക്കമുള്ള 8 മണ്ഡലങ്ങളിൽ ഇന്ന് പരസ്യപ്രചാരണം അവസാനിച്ചു.
തൃശൂർ പൂരത്തെ വെല്ലും കൊട്ടിക്കലാശം. മധ്യകേരളത്തിൽ തീപാറും പോരാട്ടം നടക്കുന്ന തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അത്യാവേശത്തോടെയാണ് കൊട്ടിക്കലാശം അവസാനിച്ചത്. തുറന്ന വാഹനത്തിൽ പ്രവർത്തകർക്കൊപ്പം നൃത്തച്ചുവട് വെച്ചും കൈവീശിയും സ്ഥാനാർത്ഥികൾ ആവേശത്തിൽ പങ്കുചേർന്നു. ഹൈഡ്രജൻ ബലൂണുകളും പൂത്തിരികളും വാദ്യമേളങ്ങളും തീർത്ത ഉത്സവ പ്രതീതിയിലാണ് കൊട്ടിക്കലാശം അവസാനിച്ചത്. പൂരത്തെ വെല്ലുന്ന ആഘോഷത്തോടെയായിരുന്നു മൂന്ന് മുന്നണികളും നെഞ്ചിടിപ്പോടെ നിൽക്കുന്ന തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചത്. തെക്കേ ഗോപുര നടയ്ക്ക് താഴെ 3 പോയിന്റുകളിലായി തലയെടുപ്പോടെ മുഖാമുഖം സ്ഥാനാർത്ഥികൾ നിരന്നപ്പോൾ പ്രവർത്തകരുടെ ആവേശം ഉച്ചസ്ഥായിലായി. ആവേശം അണപൊട്ടിയ അവസാന മിനിറ്റുകളിൽ പ്രവർത്തകർക്കൊപ്പം നൃത്തം വെച്ച് സുരേഷ് ഗോപി, കൈവീശി അഭിവാദ്യം ചെയ്ത് കെ മുരളീധരൻ, വി എസ് സുനിൽകുമാറും പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേർന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത മണിക്കൂറിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചു. വോട്ടർമാരെ സ്വാധീനിക്കാൻ BJPയുടെ ഭക്ഷ്യക്കിറ്റ് പിടികൂടി പോലീസ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ BJPയുടെ ഭക്ഷ്യക്കിറ്റ്. ഇത്തരത്തിലുള്ള 700 ഭക്ഷ്യക്കിറ്റുകളാണ് ബത്തേരിയിൽ നിന്നും പോലീസ് പിടികൂടിയത്. മലബാർ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് കൊണ്ടുപോയ കിറ്റുകളാണ് പിടികൂടിയത്. 279 രൂപ വരുന്ന 2000 കിറ്റുകളാണ് പിടികൂടിയത്. BJP നേതാവ് മദൻലാലിനെ പോലീസ് വിളിച്ചു വരുത്തി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു.